നമസ്കാരം. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കയറി കനത്ത പ്രഹരം നൽകുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ബി.ജെ.പി ഭരിക്കുന്ന ഇരട്ട എഞ്ചിൻ സർക്കാരിനെതിരെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സാക്ഷാൽ സുപ്രീം കോടതി ഇപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയിരിക്കുന്നത്. കോട്ടയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചില കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് തുറന്നടിച്ചിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, രാജസ്ഥാനിലെ കോട്ടയിലെ കോച്ചിങ് കേന്ദ്രങ്ങളിൽ, പ്രൊഫഷണൽ കോളേജുകളിലും മറ്റുമൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായിട്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നത്. ചുട്ട മറുപടിയും താക്കീതും നൽകാൻ സുപ്രീം കോടതി യാതൊരു മടിയും കാണിച്ചില്ല. ഈ വർഷം മാത്രം 14 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പ്രതിസന്ധികളെ എത്ര ഗൗരവമായിട്ടാണ് സംസ്ഥാനം കാണുന്നത് എന്നാണ് ഇവിടെ സുപ്രീം കോടതി ചോദിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. ഒരു സംസ്ഥാനം എന്ന നിലയിൽ എന്താണ് നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? കോട്ടയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹത്യ പെരുകുന്നു? ഇക്കാര്യം സംസ്ഥാനം ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് സുപ്രീം കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഓരോ ചോദ്യങ്ങളും അതിമൂർച്ചയുള്ള ശരങ്ങൾ പോലെയായിരുന്നു. മെയ് 4-ാം തീയതി IIT ഖരഗ്പൂരിലെ 22 വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത കേസ് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയത്. JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. ഈ കേസിൽ മെയ് 8-നായിരുന്നു FIR ഫയൽ ചെയ്തത്. FIR എഴുതുന്നത് വൈകിപ്പിച്ചതിനെതിരെയും കോടതി കടുത്ത ഭാഷയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആത്മഹത്യാ കേസുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ടെന്ന് രാജസ്ഥാൻ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നുണ്ട്. IIT ഖരഗ്പൂരിൻ്റെയും പോലീസിൻ്റെയും വാദത്തിൽ തൃപ്തികരമല്ലാത്തതിനാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ജൂലൈ 14-ന് കോടതിയിൽ ഹാജരാകാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയിൽ മാത്രം എന്തുകൊണ്ട് കുട്ടികൾ ഇത്തരത്തിൽ ജീവൻ ഒടുക്കുന്നുവെന്ന പ്രധാന ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി അധികാരമേറ്റതിന് ശേഷം കേന്ദ്രത്തിൻ്റെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതി തുറന്നടിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ട്രോളുകളിൽ നിറസാന്നിധ്യമായി മാറുകയാണ് രാജസ്ഥാൻ എന്ന സംസ്ഥാനം. ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൈസൂർ പാക്കിൻ്റേതടക്കം നിരവധി മധുര പലഹാരങ്ങളുടെ പേര് മാറ്റിക്കൊണ്ട് രാജസ്ഥാനിലെ ജയ്പൂർ ബേക്കറി രംഗത്തെത്തിയിട്ടുണ്ട്. പേരിനൊപ്പം പാക്ക് എന്ന് വരുന്ന പലഹാരങ്ങളുടെ പേരിലാണ് മാറ്റം വരുത്തിയത് എന്നാണ് കടയുടമ പറയുന്നത്. പകരം ശ്രീ എന്നാണ് ചേർത്തിരിക്കുന്നത്. ഇനി മുതൽ മോട്ടി പാക്ക് എന്നത് മോട്ടി ശ്രീയും ഗോണ്ടക് പാക്ക് എന്നത് ഗോണ്ടക് ശ്രീയുമായിരിക്കും. മധുരപ്രേമികളുടെ ഇഷ്ടവിഭവമായിട്ടുള്ള മൈസൂർ പാക്ക് ഇനി മുതൽ മൈസൂർ ശ്രീ എന്ന പേരിലാവും ബേക്കറിയിൽ വിൽക്കുക. മധുര പലഹാരങ്ങളുടെ പേരിനൊപ്പം പാക്ക് എന്ന വാക്കിന് പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കന്നഡയിൽ പാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം മധുരം എന്നാണ്.